ബാക്കി എൻ്റെ അകത്ത് ഒരു പാടച്ചെടി ആരെയും കാണുന്നില്ലല്ലോ. പ്രാർത്ഥനയും ഉപവാസവും തൊഴിൽ പ്രവൃത്തികളും കൊണ്ട് നാം നേടിയെടുത്തതാണ് ഈ സുദിനം. അതെ, നമുക്ക് അതിനായി ഒരുങ്ങാം. എന്തായാലും ഇനി 5 പേർ വരാനുണ്ടല്ലോ. ഇനി വിരുന്ന് നടക്കാതിരിക്കുമോ? എനിക്കാകെ ഭയം തോന്നുന്നു. ഒരിക്കലും ഭയക്കേണ്ട പ്രിയരെ, നമുക്ക് തെറ്റ് പറ്റിയിട്ടില്ല. ധൈര്യമായിരിക്കുകയും അങ്ങനെയെങ്കിൽ നമ്മുടെ കയ്യിലെ വിളക്കുകൾ തിരികൾ തട്ടി നമുക്ക് പ്രിയനെ കാത്തിരിക്കാം. അതെ, അവൻ വരുമ്പോൾ എന്നെ എല്ലാം കത്തി തീരും. കർത്താവ് വരുന്നതുവരെ നമുക്ക് അവിടുത്തെ പാടി തിരിച്ചുകൊണ്ടിരിക്കാം. എൻ്റെ അച്ഛൻ ഈ സ്കിറ്റിലില്ല. ഈ കഥയുടെ പേര് 10 കന്യകമാരല്ലേ? ഇതിൻ്റെ ഈ ഫയലിൻ്റെ പേര് എൻ്റെ ലാപ്ടോപ്പിനകത്തുണ്ട്. നീ രാവിലെ പുട്ടാണോ ഓടി കഴിച്ചത്? ഇതെന്ത് പോത്ത്? 5-ാം തീയതി ഗാനമേള. ഇവരൊക്കെ മുതലോടെ സ്വർഗത്ത് പോകാനിരിക്കുന്നവരാ. ഇനിയും 2 പേര് കൂടി വരാനുണ്ടല്ലോ. അവരെ കാണാനില്ലല്ലോ. എന്താണ് നീ ഇത്രയും താമസിച്ചത്? ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയിരിക്കുകയായിരുന്നു. ഇവിടെ രാമചന്ദ്രൻ ഡിസ്കൗണ്ട് സെയിൽ. കുറച്ച് ഹാൻഡ് ബാഗ്സ് വാങ്ങണമായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ നിരത്താനേ. എന്തിനാ നിനക്ക് ഇത്രയും ബാഗ്? ഓ, പള്ളിയിൽ കൊണ്ടുപോവാനാണ്. നിന്റെയൊക്കെ ഒരു രോഗം. ഈ ഷോപ്പിംഗ് കാരണം എനിക്ക് ഭയങ്കര ക്ഷീണം. ഞാൻ തുടങ്ങിക്കൊണ്ടേ. എനിക്ക് ഉറക്കം വരുന്നടി. മണവാളം വരുമ്പോൾ എന്നെ ഉടനെ വിളിക്കണേ. സോഷ്യൽ മീഡിയ മുഴുവൻ ഉറങ്ങിക്കണം. പാവം കൊച്ചുമെന്ന് കണ്ണടയ്ക്ക്. അതെ അതെ, നീ എവിടെയോ പോകുന്നു എന്ന് പറഞ്ഞിട്ട്. അതെന്തോന്ന്? വൃദ്ധസദനമില്ലേ, അതിന്റെ പേരാ. വീട്ടിൽ അച്ഛനും അമ്മയും ഭയങ്കര ചോദിച്ചില്ല. എന്നോട് എപ്പോഴും കല്യാണം കഴിക്കുക. അവരെ ശുശ്രൂഷിച്ചും പച്ച കളഞ്ഞും വയ്യ. അതുകൊണ്ട് ഞാൻ അവരെ അവിടെ ശരിയാ. നമ്മൾ പെണ്ണുങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം വേഷം കെട്ടണം. മകളാകണം, സഹോദരിയാകണം, ഭാര്യയാകണം, അമ്മയാകണം, അമ്മുമ്മയാകണം. ശരിക്കും ഇനി ഇതൊക്കെ പോട്ടെ, ഫേസ്ബുക്കിലുള്ള എല്ലാവരുടെയും ബെസ്റ്റിയും ആകണം. നിങ്ങളുടെ 2 പേരുടെ തള്ളു കേട്ട് എനിക്ക് ഉറക്കം വരുന്നടി. യജമാനൻ വരുമ്പോ എന്നെ ഉണർത്തണേടി. അയ്യോ, ഗ്ലാസ് പൊട്ടിക്കല്ലേ. എല്ലാവരും ഉറങ്ങിക്കും. ഞാൻ ഏറ്റു. അയ്യോ, ഇതാ മണവാളൻ എഴുന്നള്ളുന്നു. ക്ഷണിക്കപ്പെട്ടവർ എതിരേൽക്കാൻ തയ്യാറായിക്കൊള്ളുകയാണ്. വികാരിയച്ഛന്റെ പ്രസംഗം ഉണ്ടായിരുന്നോടി.
ഞാൻ വല്ലാതെ ഒന്ന് മയങ്ങി. ആ ബട്ട് ഞാൻ വിളക്കേ എടുത്തില്ലടി. എന്റെ കയ്യിൽ എണ്ണ കൂടി. ഞാനും എണ്ണ കരുതിയില്ലല്ലോ. വാ നമുക്ക് ആ വെള്ള പിശാചുക്കളോട് ചോദിച്ചു നോക്കാം. വെള്ള പിശാചുക്കളെ, നിങ്ങളുടെ പക്കൽ എണ്ണ എന്തെങ്കിലും ഉണ്ടോ? വെറുതെ തരണ്ട, ക്രെഡിറ്റ് യൂണിയനിൽ പൈസ കിട്ടുമ്പോ തിരികെ തരാം. സഹോദരിമാരെ, ഞങ്ങളുടെ പക്കൽ കുറച്ച് എണ്ണ മാത്രമേ ഉള്ളൂ. ഈ വെള്ളം നിങ്ങൾക്ക് കൂടി തന്നാൽ അത് നിങ്ങൾക്കും ഞങ്ങൾക്കും തികയില്ല. നിങ്ങൾ രാമചന്ദ്രനിൽ പോയി വാങ്ങും. ആ മരിച്ചവരിലെ കത്തുകടയിൽ നിന്ന് വാങ്ങും. വെള്ളയിട്ട് ഇറങ്ങിക്കോളും. 24 മണിക്കൂറും ബൈബിളും തൂക്കി മനസ്സിലിരിപ്പോ മഹാമോശം. വാടി, നമുക്ക് കടയിൽ പോയി കാണാം. രാമചന്ദ്രനിൽ പോയി മേടിച്ചു. രാമചന്ദ്രൻ ഇനി 2 കിലോമീറ്റർ നടക്കണമെന്നോ? നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങളുടെ പക്കലൊന്നുമില്ല. ഇനി ഞങ്ങളുടെ പക്കൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നാലും നിങ്ങൾക്കും തികയില്ല, ഞങ്ങൾക്കും തികയില്ല. ഇല്ല, ഞങ്ങൾക്ക് എന്തായാലും വേണം. അവനെ കണ്ടിരുന്നെങ്കിൽ ഈ എണ്ണ എടുത്ത് അവരുടെ താലേ കൂടെ ഒഴിച്ചു കൊടുക്കായിരുന്നു. എനിക്ക് തോന്നുന്നു അവർ മണവാളനൊപ്പം വിരുന്നിന് പ്രവേശിച്ചു കഴിഞ്ഞു എന്നാണ്. വാതിൽ അടച്ചിരിക്കുകയാണല്ലോ, നമുക്ക് പോയി മുട്ടി വിളിക്കാം. കർത്താവേ, കർത്താവേ, വാതിൽ തുറക്കണമേ, ഞങ്ങൾ താമസിച്ചു. ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഒന്ന് മാറിയിട്ട് ഞാൻ ചോദിക്കട്ടെ. അതെ, ഞാൻ ഇവിടുത്തെ ഓടി ഓണാണ്. ജസ്റ്റ് വെച്ച് പറഞ്ഞിട്ടുണ്ട്, താമസിച്ചാലും കുഴപ്പമില്ല. ഞാൻ നിന്നെയും അറിയുന്നില്ല, ഈ പറയുന്ന നിന്റെ മാമ്പള്ളിയെയും അറിയുന്നില്ല. മാറി, ഞാൻ ചോദിക്കട്ടെ. അതെ കർത്താവേ, മൈക്കിലാണ്. ഞാൻ ഇവിടുത്തെ പഴയ ആളാ. അങ്ങ് അരമന വരെ പിടിപാടുള്ളതാ. കേൾക്കുന്നുണ്ടോ കർത്താവേ? പിന്നെ നിന്നെ നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് കഥവ് തുറക്കാത്തത്. നീ സ്വർഗത്തിലെത്തിയാൽ അവിടെ ഇരുന്ന് എന്റെ പിതാവിനെ ഊമക്കത്തുകളായിരിക്കും. അതേ കർത്താവേ, വാതിൽ തുറന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നാൽ ടീയെങ്കിലും തന്നാൽ മതിയാകും. പിന്നെ ബില്ലെല്ലാം ആ വേട്ടാവളിയും എഡ്വിൻ ലാസർ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടന്ന എല്ലാം മാറ്റിക്കൊടുക്കും. ആ വൗച്ചർ രജിസ്റ്റേർഡ് ആയിട്ട് അയക്കാന്ന് പറ. അല്ലെങ്കിൽ തന്നെ പണ്ട് മുതലേ വികാരിയച്ഛന്മാർക്ക് രജിസ്റ്റേർഡ് അയച്ചവന് നല്ല ശീലമാണ്. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. കർത്താവേ, അങ്ങ് എന്നെ അറിയും. ഞാൻ 24 മണി അങ്ങയുടെ വസ്ത്രത്തിൽ നടക്കുന്നവളാണ്. ഇന്ന് വിളക്കെടുക്കാനുള്ളതുകൊണ്ട് വചനം ഞാൻ എടുക്കാൻ മറന്നുപോയി. കർത്താവേ, പുറമേ എന്റെ വചനവും ഉള്ളിൽ പൊളിവചനവുമായി നടക്കുന്ന നിന്നെ ഞാൻ ഒട്ടും അറിയില്ല. ആയതിനാൽ നീ പോയി എന്റെ ജീവന്റെ വചനങ്ങൾ ഗ്രഹീതമാക്കുക. അതേ കർത്താവേ, ഞാൻ സോഷ്യൽ മീഡിയയിൽ നിറസാന്നിധ്യമാണ്. എന്നെ നീ നന്നായി അറിയും. നിന്നെ ഞാൻ നന്നായി അറിയും. നന്നായി.
തന്നെ സ്വർഗത്തിന്റെ വാതിൽ നിനക്ക് തുറക്കുകയില്ല. നീ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിനെ ബാഗ് മാറ്റി കബളിപ്പിച്ച് സ്വർഗത്തിന്റെ താക്കോലെടുത്ത് ഒളിപ്പിച്ചു വയ്ക്കും. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. കടക്കുപുറത്ത് ഇതിനും വലിയ അലർച്ച കേട്ടിട്ടാ വരുന്നത്. പിന്നെയാ ഇത്. വാടി പോകാം. നിൽക്കൂ. നിങ്ങളുടെ പുത്തരിഞ്ഞ ജീവിത സാഹചര്യത്തിൽ നിന്നും ഓടി ഒളിക്കുന്നു. ആകയാൽ ജാഗരൂകരായിരിക്കും. എന്തെന്നാൽ ആ ദിവസമോ മണിക്കൂറോ ഏതെന്ന് നിങ്ങൾ അറിയുന്നില്ല. കർത്താവ് നമ്മോട് സംസാരിച്ച പോലെ നമ്മുടെ അശ്രദ്ധ മൂലം സ്വർഗീയ വിരുന്ന് നഷ്ടമായല്ലോ. അതെ, വികാരിയച്ഛന്മാർ സ്വീകരിച്ച കർശനമായ ആത്മീയ നിലപാടുകൾ നാം അവഗണിക്കാൻ പാടില്ലായിരുന്നു. അത് ശരിയാണ്. വചനാധിഷ്ഠിതമായ തിരുനാൾ ആഘോഷങ്ങളും വിഷയാധിഷ്ഠിതമായ സമയാധിക്യത്തിന്റെ കാരണം കൊണ്ട് മാറില്ലെന്ന് നാം വിമർശിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഹാൻഡ് ബാഗ് വിടൂലേ? ഇനിയുള്ള തിരുനാൾ ദിനങ്ങളിലും ദിവ്യബലിയിൽ സജീവമായി പങ്കെടുത്തുകൊണ്ട് സ്വർഗീയ മധ്യസ്ഥയുടെ റോസാപുഷ്പങ്ങൾ കരസ്ഥമാക്കാം. വിശുദ്ധ അന്തോണീസിന്റെ അപ്പം എന്ന മഹാകർമ്മത്തിലൂടെ നമുക്ക് ഉപവിപ്രവർത്തനങ്ങളിൽ പങ്കുചേരാം. വരുവിൽ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്ത് അങ്ങയുടെ രാജ്യത്തിൽ കർത്താവേ, കരുണയായിരിക്കണമേ. മക്കളെ, ആ നാളും നാഴികയും കുറിച്ച് എൻ്റെ പിതാവ് മാത്രമല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. ആയതിനാൽ നിലയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ.